ചിത്രത്തിന്റെ സംവിധായകൻ പത്മശ്രീ ഓസ്കാർ അവാർഡ് ജേതാവ് കൂടിയായ സുകുമാരനെ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കും. പ്രിയമുള്ളവരെ, ഈ സമൂഹത്തിൽ ആരും നാടകക്കാരായി ജനിക്കുന്നില്ല. പട്ടിണി അതൊന്നു മാത്രമാണ് ഈ ഞങ്ങളെയെല്ലാം നാടകക്കാരാക്കി മാറ്റുന്നത്. നിങ്ങൾ അനുഭവിച്ചാലും. സംവിധായകൻ പറഞ്ഞത് കേട്ടോ? നാടകം ആരംഭിക്കും. അയ്യോ കാലക്കി ഞങ്ങ കട്ടപ്പെട്ടെഴുതിയ നാടകമാ നല്ല നാടകമാ. ഈ കത്തനും കത്തിയും പാടലയാ നല്ല നാടകമാ. ഈ കത്തനും കട്ടിയും പാടലയാ. അയ്യോ കുറെ നേരമാകണം എല്ലാം കൂടി കിടന്ന് കലകുല കലകുല കലകുലാന്ന്. എന്താണ് ഇത്ര നേരം നടന്നു തുടങ്ങാതെ? കാലവാരി തറയലല്ല, കാലവാരി മേപ്പോട്ടെ നിങ്ങൾക്ക് കാർണാകത്തിനിടെ പോയി തങ്ങി നിൽക്കും. പിന്നെ ഒരു മഴ പെയ്താലേ നിങ്ങൾക്ക് താഴത്തേക്ക് വരുള്ളൂ. മനസ്സിലാവണ? ഞങ്ങളുടെ 12ാമത് നാടകം. ആരാണ് എന്റെ പ്രൊഡ്യൂസർ? അഥവാ അമ്മയുടെ ഭർത്താവാണ് എന്റെ അച്ഛൻ. ദേവി ഭഗവതി കുത്തുകൊള്ളണേ, കാത്തുകൊള്ളണേ. ഭവാനി ഭവാനി. എന്താ മനുഷ്യ? നമ്മുടെ മകൾ എവിടെ പോയിടി? ക്ഷേത്രത്തിൽ പോയിട്ട് എന്താ ഇത്ര വൈകിയത്? തൊഴുതു തുടങ്ങുമ്പോ ചെരുപ്പ് കണ്ടില്ല. പിന്നെ എന്ത് ചെയ്തു? പുതിയതൊന്നും കിട്ടാത്തത് കൊണ്ട് എന്റെ പഴയ ചെരുപ്പനി കേട്ടോണ്ട് പോകും. അമ്പലത്തിൽ പോയിട്ട് അച്ഛനെയും വെടിവഴിപാട് നടത്തിയോ? പുത്തൻപുരയിൽ ഭാർഗവന്റെ പ്രിയ പത്നി ഭവാനി ഒരു വെടി, ഭവാനിയുടെ ഭർത്താവ് ഭാർഗവൻ മറ്റൊരു വെടി, പിന്നെ ഞാൻ. അങ്ങനെ ഒരു കുടുംബത്തിന് 3 വെടിവഴിപാട്. അവിടത്തേക്ക് പ്രസാദം. മോളെ, ഇന്നെങ്കിലും കുളിച്ചു വൃത്തിയായി തലയിൽ ചെമ്പരത്തിപ്പൂവും ചൂടി സുന്ദരിയായി നിൽക്കണം. എന്താണെന്നേ വിശ്വസിച്ച് ഇന്ന് നിന്നെ പെണ്ണ് കാണാൻ ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ രമേശേട്ടൻ? ഇമ്പോസിബിൾ. അവൻ അറിയുന്നതിന് മുമ്പ് നിന്റെ കല്യാണം ഞാൻ നടത്തും. ഇല്ല, പാർവതിയുടെ കല്യാണം നടക്കില്ല. അത് പറയാൻ നീയാരാ? പറയാണെങ്കിൽ ആരാരാ? അത് തന്നെ എനിക്ക് പറയണത്. വല്ലവരെ വീട്ടിൽ വന്ന് നിന്റെ കല്യാണം നടക്കില്ലെന്ന് പറയാൻ ഞാനാരാ? പാർവതി എന്റെ മുറപ്പെണ്ണാണ്. അവന്റെ മകളാണ് ഞാൻ. മകളാണ്. അവളെ എനിക്ക് കെട്ടിച്ച് തന്നില്ലെങ്കിൽ നാളെ രാവിലെ തൂങ്ങിയാടുന്ന നിന്റെ ശരീരമായിരിക്കും നിങ്ങൾ കാണുന്നത്. ഇവിടെ ആരും തൂങ്ങി മരിക്കുന്നവരായി ജനിക്കുന്നില്ല. ഈ സമൂഹമാണ് അവരെ തൂങ്ങി മരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കടക്ക് പുറത്ത്, എന്റെ പുറത്തല്ല, വീടിന് പുറത്ത്. എടാ രമേശ, ഞങ്ങൾക്കൊരു മകൾ മാത്രമല്ല ഒരു മകൻ കൂടി ഉണ്ടെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. അറിയാം. പപ്പൻ. രമേശേട്ടാ, വേഗം വയ്ക്കോ. പപ്പേട്ടന്റെ കയ്യിൽ കിട്ടിയ ഗണപതിക്ക് അടിച്ച തേങ്ങ പോലെയാകും രമേശേട്ടൻ. 3 പേരോടും കൂടി കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദൈവം കാല് വന്നിരിക്കുന്നത് നടക്കാൻ മാത്രമല്ല, പിന്നെ ഓടാനും കൂടി. അയ്യോ അതല്ല, അമ്മയും അച്ഛനും ഇപ്പോൾ അകത്തു പോകാൻ. രമേശേട്ടന് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. ഭവാനി, നമുക്ക് പോകാം. രമേശേട്ടന് പുണ്ണാക്ക് വേണം. ഇണക്കമാണോ? എനിക്കാരോട് പിണക്കമില്ല. ഏട്ടൻ എന്നെ വറുത്തുവല്ലേ? അല്ല, വെറുത്തുവല്ലേ? നീയല്ലേ എന്നെ വറുത്തത്? ഇല്ല, എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് രമേശേട്ടനൊപ്പം മാത്രമായിരിക്കും. ദൈവമേ, ഇവളെന്നെ കൊലക്ക് കൊടുക്കുക. നമ്മുടെ കുട്ടിക്കാലം
പാടവരമ്പത്ത് കൂടി നമ്മൾ കൈകോർത്ത് പിടിച്ച് നടക്കുമ്പോൾ അന്നെന്റെ തല പോയി തലയിലടിച്ചതും അന്നെന്റെ തല പോയി തലയിലടിച്ച് തലച്ചോറ് വെളിയിൽ വന്ന കഥയല്ലേ? അതെ, വെളിയിൽ വന്ന തലച്ചോറ് കാക്ക കുത്തിക്കൊണ്ടുപോയപ്പോൾ പകരം ഹോട്ടലിൽ നിന്നും 12 രൂപ 50 പൈസയ്ക്ക് ഒരു ചോറ് വാങ്ങി തലയിൽ വെച്ച് തന്ന എന്നോട് ക്ഷമിക്കും പാർവതി, എന്നോട് ക്ഷമിക്കും. ഇന്നലെ വീട്ടിൽ പട്ടിണിയായിരുന്നു. വിശപ്പ് സഹിക്കാനാവാതെ തലയിലിരുന്ന പൊതിച്ചോറെടുത്ത് ചാലക്കരയും കൂട്ടി ഞാൻ തിന്നു പാർവതി, തിന്നു. രമേശേട്ടനൊരു കൊതിയനാണ്, കൊതിയൻ. പാർവതി! അയ്യോ അയ്യോ പപ്പേട്ട, രമേശേട്ടാ, നമുക്ക് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം. ഞാനും ഒന്ന് കാണട്ടേടി പാപ്പാ. എന്റെ കുഞ്ഞുമോനെ പപ്പ, നിന്നെ ഈ അമ്മ ഒന്ന് കണ്ണു നിറയെ കാണട്ടെടാ. മോനെ പാപ്പാ, ജയിൽ ജീവിതമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, സൂപ്പർ. എനിക്ക് ഊപ്പാട് വന്നു. അവര് നിന്നെ ദേഹോപദ്രവം വല്ലതും? ചെന്ന വഴി ജയ് സൂപ്രണ്ട് കാലേ വാരി ഒരു ഒറ്റയടി. പിന്നെ റിമി ടോമിയുടെ ഗാനമേളയായിരുന്നു. എല്ലാം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോ ഇല്ലമ്മേ, ബോധം തെളിഞ്ഞില്ല. അവരതിന് സമ്മതിച്ചില്ല. ഇവിടെ ആരും കുറ്റവാളികളായി ജനിക്കുന്നില്ല. ഈ സമൂഹമാണ് അവരെ കുറ്റവാളികളാക്കി മാറ്റുന്നത്. നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്ന കളരി എടുക്കാമായിരുന്നില്ലേ? ശ്വാസം എടുക്കാൻ പറ്റിയില്ല, പിന്നെ ആ കളരി. അതെ, എവിടെ എന്റെ പഞ്ഞിക്കുങ്ങൾ പാർവതി? കുഞ്ഞിക്കുങ്ങൾ പാർവതി, ഞാൻ ഇപ്പൊ വിളിക്കാം മോനെ. ആ മോനെ പപ്പ, ആ രമേശൻ ഇവിടെ വന്നിരുന്നു. എന്തിന്? പാർവതിക്കുട്ടിയെ കല്യാണം ആലോചിക്കാൻ. കൊല്ലും ഞാനവനെ. ചതിച്ചു. പാർവതിക്കുട്ടിയെ കാണുന്നില്ല, കൂടെ ആ രമേശിനെയും. ഇവിടെ ആരും ഒളിച്ചോടുന്നില്ല. ഈ സമൂഹമാണ് അവരെ ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുന്നത്. ഇന്ന് ഞാൻ അവനെ കുത്തി മനസ്സിയിരിക്കും. നിൽക്ക്. അവന്റെ കൈകൊണ്ട് ചാകാനല്ല നിന്നെ ഞാൻ വളർത്തിയത്. എനിക്ക് കൂടാകത്ത് ഭവാനി, വിളിക്കടി പോലീസിനെ. വേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. നിന്നെ ഇന്ന് ഞാൻ തട്ടിപ്പകർന്ന് അനക്കിക്കളയും. അല്ല, അനങ്ങിപ്പകർന്ന് തട്ടിക്കളയും. രമേശേട്ടന് ഒന്നും ചെയ്യരുത്. ഞാൻ ഗർഭിണിയാണ്. സത്യം പറയടി, ആരാണ് ഈ ഗർഭത്തിന് ഉത്തരവാദി? ഞാൻ സതിമന്ദിരത്തിൽ സുഭദ്രയുടെ മകൻ രമേശനമ്മ, ഈ ഞാൻ. അപ്പൊ നീയാണല്ലേ ഈ ഗർഭത്തിന് ഉത്തരവാദി? ഞാനങ്ങല്ല. പിന്നെ നീ ഗർഭത്തെ കുറിച്ച് സംസാരിക്കാൻ കാരണം? വെറുതെ ഗർഭത്തോട് താല്പര്യം തോന്നി, അത്ര തന്നെ. അതെ, നീ മാത്രമാണ് ഈ ഉത്തരവാദി. നീ മാത്രമാണ് ഇതിന് ഉത്തരവാദി. എന്താ കാര്യം എന്താന്ന്? എടാ, ഇത് നാടകമാണ്, ഡയലോഗ് പറയാൻ. മര്യാദക്ക് ഡയലോഗ് പറയണ. എടാ, കമ്മറ്റിക്കാരി ആചരണത്തില്ല, നാടകം തീർക്കേണ്ട കാശില്ല, ഡയലോഗ് പറയാൻ. നിർത്തണ. എന്താണത്? ഇതാണോ നാടകം? നീ അപ്പൊ ഒരുപാട് നാടകത്തിന്റെ പേര് പറഞ്ഞ് തോന്നിയാസം കാണിക്കണം. പ്രിയമുള്ളവരെ, ഇവിടെ ആരും വികലാംഗരായി ജനിക്കുന്നില്ല. ഈ കമ്മറ്റിക്കാരാണ് എല്ലാവരെയും വികലാംഗരാക്കി മാറ്റുന്നത്. ഞങ്ങൾ നാടകക്കാരാണ്, നാടകമാ ഈ കത്തൻ നാട്ടിൽ
പാർവതിക്കുട്ടി മിസ്റ്റർ സന്തോഷ്. രമേശൻ മിസ്റ്റർ പാപ്പച്ചൻ. പപ്പൻ മിസ്റ്റർ റൂബി. സുകുമാരൻ മിസ്റ്റർ ബിജുമോൻ. കമ്മിറ്റി അംഗങ്ങൾ മിസ്റ്റർ ആന്റണി ആൻഡ് മിസ്റ്റർ ജെയിംസ്. ഞങ്ങളുടെ ഡയറക്ടർ മിസ്റ്റർ ബെന്നി പോൾ.